സർ, മികച്ച ക്രമസമാധാന പാലനശേഷി, കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിലും തടയുന്നതിലുള്ള മികവ്, ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി പൊതുജന സേവനം നടത്താനുള്ള പ്രാപ്തി, മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിലുള്ള ആർജവം, ഇവയെല്ലാം ഇന്നത്തെ കേരള പോലീസിൻ്റെ പ്രത്യേകതകളാണ്. ഈ നിലയിൽ പ്രകടമായ മാറ്റം ഇന്ന് കേരള പോലീസ് ദൃശ്യമാണ്. പോലീസ് 100% പൂർണ്ണമായി എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനകീയ സേന എന്ന നിലയിൽ ഭൂരിപക്ഷം ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിലും ജനോന്മുഖമായ മാറ്റമുണ്ടായിട്ടുണ്ട്. അപ്പോൾ സേന എന്ന നിലയിൽ ആ ജനോന്മുഖമായ മാറ്റം ദൃശ്യമാണ്. എന്നാൽ ചിലർ, ഒരു ചെറിയ വിഭാഗം, ഒരു മാറ്റത്തിനും വിധേയരല്ല, മാറാൻ തയ്യാറല്ല എന്ന ശാഠ്യത്തോടെ നിൽക്കുന്നവരുണ്ട്. അവരെ കണ്ടെത്തി പടിപടിയായി സേനയിൽ നിന്നും ഒഴിവാക്കൽ മാത്രമേ മാർഗമുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 108 ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്നും പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. നീതി നടപ്പാക്കേണ്ടവർ കുറ്റവാളികളായാൽ അത് സേനയുടെ വിശ്വാസ്യതയാണ് പ്രതികൂലമായി ബാധിക്കുക. ആ വിശ്വാസ്യതയെ കളങ്കപ്പെടുത്തുന്ന നിലയാണുണ്ടാവുക. ക്രിമിനലുകളെ കേരള പോലീസിൽ വെച്ച് ഉറപ്പിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. അച്ചടക്കമുള്ള സേന എന്ന നിലയിൽ പോലീസിൻ്റെ പ്രവർത്തനം പല തലങ്ങളിൽ വിലയിരുത്തപ്പെടും. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ആരുമായാണ് ചങ്ങാത്തം കൂടേണ്ടത്, ഇതും പ്രധാനമാണ് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ആര് വിളിച്ചാലും പോവുക, അവർക്ക് ഒപ്പം ഫോട്ടോ എടുക്കുക, വിരുന്നുകളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ തികഞ്ഞ ജാഗ്രത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് സേനയിലെ വളരെ ചുരുക്കം ചിലരാണ് ഈ തരത്തിലുള്ള തെറ്റായ പ്രവണത കാണിക്കുന്നത്. സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്ന, എല്ലാ തരത്തിലും നല്ല മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഉദ്യോഗസ്ഥരാണ്, സേനാ അംഗങ്ങളാണ് മഹാഭൂരിഭാഗവുമുള്ളത്. അവരെ സർക്കാർ നിരന്തരം പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ്. പ്രൊഫഷണൽ രീതിയിൽ പെരുമാറുന്ന തരത്തിൽ പോലീസ് സംവിധാനത്തെ മാറ്റിയെടുക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തുറന്ന മനസ്സോടെ സേനാംഗങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എല്ലാ തട്ടുകളിലുമുള്ളവരുമായി സഹകരിക്കുന്ന മികച്ച അന്തരീക്ഷമാണ് സേനയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുള്ള ശ്രമങ്ങൾ നിതാന്ത ജാഗ്രതയോടെ തുടരുക തന്നെയാണ്.